മായ വ്ളോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തേയിലയുടെ തൈയാണ്. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു തേയിലയുടെ തൈ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എവിടെയൊന്നും കിട്ടണില്ല. അങ്ങനെ എനിക്കൊരു കർഷകരുടെ കയ്യിൽ നിന്ന് ഒരു തേയിലയുടെ തൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ തേയിലയുടെ തൈ. നമ്മളവിടെ എങ്ങനെ പിടിക്കും എന്തൊക്കെയാണെന്ന് അറിയില്ല എനിക്ക്. എന്നാലും എൻ്റെ ഒരു ആഗ്രഹം. ഉമ്മയൊക്കെ കൊടുക്കാറുണ്ട് ചെടികൾക്ക്. അത്ര ഇഷ്ടമാണ് എനിക്ക് ഒരേ ചെടികളോട്. അത്രയും ഞാൻ രാവിലെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്കൊക്കെ ഓടിച്ചെല്ലും. കിട്ടാത്ത ഒരേ സസ്യങ്ങളും കണ്ടുപിടിച്ച് അന്വേഷിച്ച് നമ്മൾ നട്ടുപിടിപ്പിക്കലാണ് പണി. അപ്പോൾ ഒരുപാട് ഇനങ്ങളുണ്ട് കയ്യിൽ. ആയുർവേദ സസ്യങ്ങളും മറ്റേ നാടൻ ഉൽപ്പന്നങ്ങൾ, മറ്റേ ഹൈബ്രിഡ് ഇനങ്ങളായിക്കോട്ടെ, ഫ്രൂട്ട്സുകളും, അങ്ങനെ കിട്ടാത്ത ഒരുപാട് ഇനങ്ങൾ ഞാനിങ്ങനെ ശേഖരിച്ച് കൊണ്ടുവരലാണ് എൻ്റെ പണി. കണ്ട നീലക്കരിമ്പാണ് ഇത്. നമ്മുടെ തൃപ്രയാർ ഏകാദശിക്ക് പോയിട്ട് ഒരു ഫ്രണ്ട് ഒരു കഷ്ണം കരിമ്പ് തന്നതാണ്. അപ്പോൾ ഞാനത് പിടിപ്പിച്ചു. അപ്പോൾ അതിനൊന്ന് നട്ടുപിടിപ്പിക്കണം. ഇത് കണ്ട, ഇതൊരു നാടൻ പുതിനയാണ്. ഇത് നല്ല മണമാണ്. ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പൂവില്ല. ഏത് കാലാവസ്ഥയിലും മഴക്കാലത്തൊക്കെ ഇതിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഒരു നാടൻ പുതിന. പിന്നെ വേണ്ട ഈ കണിക്കൊന്നാക്കി പ്രത്യേകത ഉണ്ട്. കാരണം എല്ലാ കണിക്കൊന്നയും നമുക്ക് വിഷു ആകുമ്പോഴേക്കും പൂവിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകും. ഇത് വിഷുവിൻ്റെ അന്ന് തന്നെ നമുക്ക് പൂവ് കിട്ടും. കണി വയ്ക്കാനൊക്കെ ആയിട്ട് പൂവ് കിട്ടണ ഒരു കൊന്നേര ഇതാണ്. അപ്പോൾ ഇത് ഞാൻ വിത്ത് മുളപ്പിച്ചതാണ്. കുറേ വിത്തുകളുണ്ട്. ഇതിൻ്റെ തൈക്കൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. വിഷുവിനെ കഴിക്കണ കണിക്കൊന്നയാണ്. ഇത് കുറച്ചും കൂടി വലുതാക്കിയിട്ടാണ് ഞാൻ നടുള്ളൂ. ഞാനിപ്പോൾ കാണിച്ചു തന്നുള്ളൂ. നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. F1 എന്ന് പറയുന്ന ഹൈബ്രിഡ് മുരിങ്ങ. ഇതിൻ്റെ ഇനത്തിൻ്റെ പേരാണ് F1 കേട്ടോ. നല്ല ഇനമാണ്. പെട്ടെന്ന് 6-ാം മാസത്തിൽ തന്നെ കായ ഉണ്ടാവും. ചട്ടിയിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഉയരം കുറവിൽ തന്നെ കായ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മാറ്റി നടലാണ് ഇന്നത്തെ പണി. ഇനിയും ഒരുപാട് ഇങ്ങനത്തെ ഒരു വെറൈറ്റി സംഭവങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ വളങ്ങളൊന്നും അധികം ചേർക്കില്ല ആദ്യം തന്നെ നടുമ്പോൾ. കാരണം നമ്മുടെ കാലാവസ്ഥയിൽ ഉണങ്ങിപ്പോവോ എന്താ ചെയ്യുക നമുക്കറിയില്ല. ചൂടിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഉണങ്ങിയ ഇലയൊക്കെ ഇട്ടിട്ട് മാറ്റി നടും ഇത്. പിന്നെ ഞാനൊരാഴ്ച കഴിഞ്ഞിട്ട് അതൊരു പച്ചപ്പായതിന് ശേഷം മാത്രമാണ് ഞാൻ വളം കൊടുക്കുകയുള്ളൂ. അടിവളം കൊടുക്കില്ല. നമ്മുടെ നാട്ടിലത്തെ ഇതല്ലല്ലോ തേയില. അപ്പോൾ അതുകൊണ്ടൊരു പേടിയുണ്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. അപ്പോൾ തേയില നടണത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തേയില മാറ്റി നടാം. അപ്പോൾ ഞാൻ ചട്ടിയിൽ കുറച്ച് ഇങ്ങനെ ഉണങ്ങിയ ഇല ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് എല്ലാ ചെടികളും നടാം. അപ്പോൾ അതേപോലെ തന്നെ ഈ തേയിലയും ഞാൻ ഇതേപോലെ തന്നെ നടന്നു. അപ്പോൾ ഇതിൻ്റെ അടിവളമൊന്നും ഞാൻ കൊടുക്കണില്ല കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അടിവളമൊന്നും കൊടുത്തിട്ടല്ല ചെടികൾ വെക്കാറ്. ചെടികൾ വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ മേൽമണ്ണ് മാറ്റിയിട്ട് സൈഡിൽ കൂടെ വളം കൊടുത്തിട്ട് പിന്നെ ആ മേൽമണ്ണ് ഇട്ട് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതിനും ഞാൻ അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിൽ നമുക്ക് തേയില നടാം. അപ്പോൾ നമ്മൾ പറിച്ച് നടന്ന തൈക്കൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തട്ടി കൊടുക്കാം. ഇതിൻ്റെ അടിവശം ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഈ വിരൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം. അതെ കണ്ട, ഇങ്ങനെ എടുക്കാം കണ്ട. എന്നിട്ട് നമ്മൾ ഇത് നേരെ ചട്ടിയിൽ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കാം കേട്ടോ. ചോന്ന മണ്ണാണ്. അപ്പോൾ അതിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഇതൊന്ന് തണലത്ത് വയ്ക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സ്യൂഡോമോണസാണ് ഒഴിച്ച് കൊടുക്കാറ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് തണലത്ത് വയ്ക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് വളം കൊടുക്കാം. ഇതിൻ്റെ വളർച്ച ഞാൻ നിങ്ങൾക്ക് ഇത് നമ്മുടെ ഇവിടെ പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നല്ല നല്ല തൈക്കൾ, വിത്തുകൾ നിങ്ങൾക്ക് കിട്ടാത്ത ഇനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക്
അതിൻ്റെ പൈസ കൊറിയർ ചാർജും കൂടെ നമുക്ക് അതിൽ കൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആവശ്യപ്രകാരമുള്ള വിത്തിനങ്ങളോ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇനി ഒരുപാട് വെറൈറ്റീസുകൾ ഇവിടെ ഉണ്ട്, തൈക്കളൊക്കെ ആയിട്ട്. അതൊക്കെ ഓരോ ദിവസമായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ താങ്ക് യു.